ഇനി തിരിച്ചെടുക്കാൻ പറ്റാത്തത്ര ഉയരത്തിലേക്ക് മുത്തുമണി പോയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുത്തുമണിയെ കാണാൻ പാരൻസ് വരികയും ഫീഡ് ചെയ്യുകയും ചെയ്തു. മരം കയറാനും പറക്കാനുമൊക്കെയുള്ള ചെറിയ ട്രെയിനിങ് ഒക്കെ അറിയാവുന്ന രീതിയിൽ മുത്തുമണിക്ക് കൊടുത്തു. ഇപ്പോൾ നല്ലോണം മരം കയറുകയും ചെറിയ ഡിസ്റ്റൻസിലോട്ടും ചെറിയ ഹൈറ്റിലോട്ടുമൊക്കെ ഫ്ലൈ ചെയ്യുന്നുമുണ്ട്. എന്നത്തെയും പോലെ ഇന്നും രാവിലെ മുത്തുമണിയെ പുറത്തെടുത്തു. അവളുടെ ഫേവറേറ്റ് ചെടിയിൽ പോയി ഇരിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് നമ്മൾ വരുന്നതിന് മുന്നേ പാരൻസ് വന്നിട്ടുണ്ടായിരുന്നു. മുത്തുമണിയുടെ അടുത്ത് വന്നിട്ടും മുത്തുമണിയുടെ അമ്മ അവളെ ഫീഡ് ചെയ്തില്ല. പകരം പറന്നുയർന്നു. കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ദേ പോകുന്ന മുത്തുമണിയും അവരുടെ പുറകെ. അവരുടെ അത്രയും ഹൈറ്റിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ചെറിയൊരു ഹൈറ്റിലേക്ക് അവൾ കയറി. ഒരു മുറിഞ്ഞുപോയ മരച്ചില്ലയായിരുന്നു അത്. തിരികെ എടുക്കാൻ ശ്രമിക്കുന്നതിന് മുന്നേ അവളുടെ അമ്മ തിരികെ വന്ന് ഫീഡ് ചെയ്യാൻ തുടങ്ങി. പുറകെ അച്ഛനും. അവൾക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നത് പോലെ ആദ്യം അച്ഛനും പിന്നെ അമ്മയും അടുത്ത മരത്തിലേക്ക് പോയി. അത്രയും ദൂരമുള്ള ഒരു പാരലൽ ഫ്ലൈറ്റിൻ്റെ എൻഡുറൻസ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു മുത്തുമണി അവിടെ തന്നെ ഇരുന്നു. ഇത്രയും ദിവസം പാരൻസ് പറന്നു വരുന്നത് കണ്ടിട്ട് അനുകരിക്കാൻ ശ്രമിച്ച് തോൽക്കുകയായിരുന്നു മുത്തുമണി. പക്ഷേ ഇന്ന് തോൽക്കാൻ മുത്തുമണി തയ്യാറായിരുന്നില്ല. അവൾ മാറി മാറി ചെറിയ മരച്ചില്ലകളിലേക്ക് കയറുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ടായിരിക്കാം അമ്മ തിരികെ വന്നിട്ട് ആ മുറിഞ്ഞ മരച്ചില്ലയിൽ നിന്നും താഴേക്ക് ഇറങ്ങാനുള്ള വഴി കാട്ടിക്കൊടുത്തു. ഈ സമയം എനിക്ക് റിയലൈസ് ചെയ്യാൻ കഴിഞ്ഞു, ഞാൻ കാത്തിരുന്ന ആ നിമിഷം അത് ഇതാണ്. ഇതുവരെയുള്ള ഓരോ തോൽവികളെയും പാഠങ്ങളാക്കി മാറ്റി അവൾ ഒരു വലിയ മരച്ചില്ലയിലേക്ക് കയറാൻ തുടങ്ങി. നോക്കി നിൽക്കെ ഒരുപാട് ഉയരത്തിലേക്ക് കയറിയ മുത്തുമണിയെ സപ്പോർട്ട് ചെയ്യാൻ അവളുടെ അമ്മയും ഉണ്ട്. പുറകെ അച്ഛനും എത്തി. അത്രയും ഉയരത്തിൽ നിന്ന് നേരത്തെ പാരൻസ് പറന്നുപോയ അതേ മരച്ചില്ലയിലേക്ക് മുത്തുമണിയുടെ അച്ഛൻ വീണ്ടും പറന്നു. പക്ഷേ ഇത്തവണ മുത്തുമണിയും വിട്ടുകൊടുത്തില്ല. അവളും പുറകെ പറന്നു. സേഫായിട്ട് അച്ഛൻ്റെ അടുത്തെത്തി. അവൾക്ക് പുറകെ അമ്മയും. പിന്നെ അവിടെ നിന്ന് വേറൊരു മരത്തിലേക്ക്, അവിടെ നിന്ന് വീണ്ടും വേറെ. അങ്ങനെ നോക്കി നിൽക്കുകയും മുത്തുമണിയെയും കൊണ്ട് അവളുടെ പാരൻസ് പറന്നകന്നു. ആ വിഷ്വൽസൊക്കെ കണ്ടു നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. ഇപ്പോഴും അങ്ങ് ദൂരെ ഉയരത്തിലിരുന്ന് വിളിക്കുന്ന മുത്തുമണിയുടെ ശബ്ദം കേൾക്കാം. ഇത്തിരി വിഷമമുണ്ടെങ്കിലും മനസ്സ് നിറയെ സന്തോഷവും സാറ്റിസ്ഫാക്ഷനുമാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കുഞ്ഞിനെ തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം. അപ്പോൾ മുത്തുമണിക്കും അവളുടെ പാരൻസിനും ഒരു നല്ല ജീവിതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.